ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചെസ്റ്ററിൽ വന്ന ഒരു ഫൺ ഫെയറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്ക് കാർണിവൽ എന്ന് പറഞ്ഞ സംഭവം വരത്തില്ലേ, ആ കാർണിവൽ തന്നെയാണ് ഇവിടെ ഈ ഫൺ ഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ശരിക്കും ഞങ്ങൾ ഈ കാർണിവലിന് പോയത് ഞങ്ങൾ പിള്ളേരെ ഒന്ന് കൊണ്ടുപോയി ലൈറ്റിങ്ങും ഒക്കെ കാണിക്കാമെന്നോർത്തുകൊണ്ടാണ്. അതായത് നമ്മൾ ശരിക്കും അവിടെ ചെന്നിറങ്ങിയപ്പോൾ നമ്മുടെ ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പള്ളി പെരുന്നാളിൻ്റെയൊക്കെ ഒരു പ്രതീതിയാണ് നമുക്കവിടെ തോന്നിയത്. ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഓരോ ഐറ്റംസും നമുക്ക് കാണാൻ വളരെ നല്ല രസമായിരുന്നു, ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട്. പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇതിപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തായാലും ഇതൊരു 1 വീക്ക് കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ളത്. 12th ഇത് കംപ്ലീറ്റ് ആവും. 12th വരെ ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും പോകാം 12th അപ്പം വലിയ പൈസയൊന്നും ഇല്ല. നമ്മൾ ഇറങ്ങി കാണുന്നതിന് എനിക്ക് തോന്നുന്നു ഫീസില്ലെന്ന് തോന്നുന്നു. എനിവേ ഞങ്ങൾ കുറച്ച് പിള്ളേർ ഇതിനകത്തൊക്കെ കയറ്റാമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തായിരുന്നു. ഫാമിലി ടിക്കറ്റായിട്ട് 10 പൗണ്ട് മതി. 10 പൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് 10 കോയിൻസ് ആയിരുന്നു കിട്ടുന്നത്. 10 കോയിൻസിൽ ഈ ഓരോന്നിലും കയറണമെങ്കിൽ ഒരാൾക്ക് 2 കോയിൻസ് വെച്ചിടണം. അപ്പോൾ എനിവേ ഞങ്ങൾ ട്രയലിന് വേണ്ടി 10 പൗണ്ട് എടുത്തു, കോയിൻസ് എടുത്തു. അന്ന് എല്ലാവരും കയറാവുന്ന രീതിയിൽ ഞങ്ങൾ നമ്മുടെ ആകാശൂഞ്ഞല്ല അല്ലാതെ ചുമ്മാ കറങ്ങുന്ന പറ്റുന്നത് കയറി. സ്പീഡ് കുറവായിരിക്കും എന്നൊക്കെ ഓർത്താണ് കയറി കഴിഞ്ഞ് കുറച്ച് നേരം തുടങ്ങി. ഇത് സ്റ്റാർട്ടായി കഴിയുമ്പോൾ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട് ഞങ്ങൾ നല്ല ഹായ് ബൈ ഒക്കെ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ, നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിൽ വികാലല്ലോ ലുലു മോളിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത്രയും സ്പീഡ് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ. ഇത് കുറേ നേരം സ്പീഡിലൊക്കെ ഇറങ്ങി നിർത്താനായിട്ട് നമുക്ക് പറയാനോ എന്തെങ്കിലും ഓപ്ഷൻ ഒന്നുമില്ല. നമ്മൾ പെട്ടുപോയെന്നാണ്. കൊച്ചുങ്ങളൊക്കെ കരച്ചിലായി, അവർക്കൊക്കെ സങ്കടമായി, പേടിയായി. പിന്നെ കണ്ണടച്ചിരിക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ അവരിരുന്നു. ശരിക്കും പറഞ്ഞാൽ പൈസ കൊടുത്ത് എൻജോയ് ചെയ്യുകയല്ല ചെയ്തതെന്ന് പറയാം. ശരിക്കും വേദനിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് താഴ്ന്ന ഒരു ഹരമായിരുന്നു അത് ചെയ്യുന്നത്. പക്ഷെ പിള്ളേർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു പേടി എല്ലാം കൊണ്ടൊരു ടെൻഷനായിപ്പോയി. ലാസ്റ്റ് ഞങ്ങൾ തന്നെ പറയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും, പൈസ കൊടുത്ത് എൻജോയ് ചെയ്യാതെ ശരിക്കും പെട്ടു. ദൈവമേ ഇതൊന്ന് നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വന്നു. ശരിക്കും പറഞ്ഞ് നമുക്ക് കാണുമ്പോൾ രസമാണെങ്കിലും അതിനകത്ത് കയറി അനുഭവിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സിംഗിളായിട്ടൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ നല്ല ഹരത്തോടു കൂടി നമുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം, ആവേശങ്ങളെടുക്കും. പക്ഷെ നമ്മളൊരു ഫാമിലിയിലെ മെമ്പറാകുമ്പോൾ, ഫാമിലി മീൻസ് നമ്മൾ ഫാമിലിയുടെ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ആകുമ്പോൾ തീർച്ചയായും അതിനൊരു ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. നമുക്കതെല്ലാം കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങളല്ലേ. പിന്നെ ഞങ്ങൾ അതിലെല്ലാം കറങ്ങി നടന്ന് ഐസ്ക്രീം അങ്ങനെയൊക്കെ മേടിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ എൻജോയ് ചെയ്തു. കൊച്ചുങ്ങളെ പിന്നെ ചെറുതായിട്ട് വണ്ടി ഓടിക്കുന്ന അതിലൊക്കെ കയറ്റി അവർ ഹാപ്പിയായി. ജസ്റ്റ് ഒന്ന് അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് നല്ല ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല രസമല്ലേ നൈറ്റൊക്കെ ആകുമ്പോഴത്തേനും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്നു. 2-3 മണിക്കൂർ നിന്നിട്ട് ഞങ്ങൾ പോന്നു. അപ്പം ഇതിൻ്റെ സമയം ഇപ്പം 12 ഈ വീക്കെൻഡ് ആണെങ്കിൽ 12 to 10 o'clock വരെ ഉണ്ട്, ഓപ്പണാണ്. എല്ലാ ദിവസം എനിക്ക് തോന്നുന്നു 6 to 10 ആണെന്ന് തോന്നുന്നു ഓപ്പൺ. അത് 4 to 10 അങ്ങനെ 4 to 10 ഓപ്പണാണ്. അപ്പോൾ ഇനിയിപ്പം 2 ദിവസം കൂടിയേ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പോയി കാണാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ ഈ കാർണിവലിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അടുത്തൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളും പോയി കാണുക, എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഒരു ചേഞ്ച് നല്ലതാണല്ലോ. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൊരു ഹരമല്ലേ നമുക്കിതൊക്കെ കാണാനും ആവേശം. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് പ്രത്യേകിച്ച് അല്ലേ. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.